അയാൾ ബസ്സിൽ നിന്നിറങ്ങി നേരെ പോയത് സെമിത്തേരിയിലേക്കാണ്. മറ്റുള്ളവരുടെ നന്മ നാം പറയാതെ ബോധപൂർവം മറച്ചു പിടിക്കുന്നവരാണോ? അവളുടെ കണ്ണുകൾ ചെന്ന് പതിക്കുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന മനോഹരമായ റോസാപ്പൂക്കളിലാണ്. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഒരു വയോധികനായ മനുഷ്യൻ വളരെ മനോഹരമായ റോസാപ്പൂക്കളുമായി ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ആ വയോധികൻ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. ഈ വയോധികൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ ചെന്ന് പതിക്കുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന മനോഹരമായ റോസാപ്പൂക്കളിലാണ്. കുറച്ച് കഴിഞ്ഞ് വയോധികൻ ഇറങ്ങാനുള്ള സ്റ്റോപ്പായപ്പോൾ അയാൾ എഴുന്നേറ്റ് ആ റോസാപ്പൂക്കൾ എടുത്ത് ആ പെൺകുട്ടിയുടെ മടിയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ, ഞാനിതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. പക്ഷേ നീ ഇതിനെ നോക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാകുന്നത് ഞാനിത് നിനക്ക് തന്നിട്ട് പോകുമ്പോഴാണ്. ഇത് പറഞ്ഞിട്ട് ആ വയോധികൻ അവിടെ ഇറങ്ങി. ആ പെൺകുട്ടി കൃതജ്ഞതയോടെ ആ വയോധികനെ നോക്കി. അയാൾ പോകുന്നത് ശ്രദ്ധിച്ചു. അയാൾ ബസ്സിൽ നിന്നിറങ്ങി നേരെ പോയത് സെമിത്തേരിയിലേക്കാണ്. ഈ കഥയുടെ പേര് ഹൃദയം കൊണ്ട് കൊടുക്കുക എന്നാണ്. പ്രിയപ്പെട്ടവര്, നമുക്ക് രണ്ട് വിധത്തിൽ കൊടുക്കാൻ സാധിക്കും. ഹൃദയം തൊട്ട് കൊടുക്കാൻ സാധിക്കും, ഹൃദയം തൊട്ട് കൊടുക്കാതെ ഇരിക്കാനും സാധിക്കും. നാം ഒരു കാര്യം കൊടുക്കുമ്പോൾ ഹൃദയം തൊട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ലഭിക്കുന്നവന് വലിയ അനുഭവമായിരിക്കും. നാം ഹൃദയത്തെ തൊടാതെയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, കൊടുക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കുന്നവർക്ക് വളരെ അസഹനീയതയായിരിക്കും ഉണ്ടാകുക. ഈ ഒരു കുഞ്ഞ് കഥ പറഞ്ഞിട്ട് നാം ഇന്നത്തെ വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ദൈവം തന്ന ഒരു വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനം ഇങ്ങനെയാണ്: യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെടുകയുണ്ടായി. പലരും അത്ഭുതപ്പെട്ടു, പലരും വിസ്മയിച്ചു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥ ഇവിടെ കൊണ്ടുവരാൻ കാരണം കർത്താവിൻ്റെ വചനപ്രഘോഷണം, കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും ഹൃദയം തൊട്ടുകൊണ്ടുള്ളതായിരുന്നു. ഹൃദയം തൊട്ടുകൊണ്ടതായതുകൊണ്ടാണ് അത് കേട്ടവർ വിസ്മയിച്ചത്, അത്ഭുതപ്പെട്ടത്. പലപ്പോഴും കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ കണ്ട് അവർ അത്ഭുതപ്പെട്ട് വിസ്മയിച്ച് പലരും പറയാറുണ്ടല്ലോ, ഇവൻ ഈ അധികാരം എവിടെ നിന്നാണ്, ഇവൻ ഈ പവർ ലഭിച്ചത് എവിടെ നിന്നാണെന്ന് സുവിശേഷങ്ങളുടെ പല ഭാഗങ്ങളിലും നാം വായിച്ചു കേൾക്കാറുള്ളതാണല്ലോ. അപ്പം അതാണ് ഹൃദയം തൊട്ട് ഈശോ വചനം പറയുന്നു. ഈശോ അന്യനാടുകളിൽ വചനം പറഞ്ഞു. ഈശോ ഈ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നത് പല സ്ഥലങ്ങളിൽ അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടാണ്. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തി, പിശാചുബാധിതനെ സുഖപ്പെടുത്തി. അതിനുശേഷമുള്ള അതാണ് തൻ്റെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മറ്റു ദേശങ്ങളിലെല്ലാം ഈശോ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു റബ്ബിയായി, വലിയൊരു വചനപ്രഘോഷകനായി ഈശോ മാറിയിരിക്കുന്നു. എന്നിട്ടാണ് ഈശോ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. ഇനി സ്വന്തം നാട്ടിൽ വരുമ്പോൾ നടക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ. അവർ പരസ്പരം പറഞ്ഞു, ഇവന് എവിടെ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്? ഇവൻ ആരാണ്? ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടിയതാണ്?
എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. അതുവരെ വളരെ പോസിറ്റീവാണ്. ഇവൻ്റെ ജ്ഞാനം എവിടെ? ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്ന അത്ഭുത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരങ്ങ് വിസ്മയിക്കുകയാണ്, അത്ഭുതപ്പെടുക. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതുവരെ നടന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ് ഈ വചനത്തിൻ്റെ. അവിടെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരികയാണ്. അവരുടനെ പറയുക, ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസേ, യൂദാസ്, ഷെമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഈശോയെ കണ്ടോ, ഇവിടെ രണ്ട് വിഭാഗ ജനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. തൻ്റെ സ്വന്തം നാട്ടിൽ ഒരു കൂട്ടര് അവനെക്കുറിച്ച് അവനെ അത്ഭുതപ്പെട്ടു, അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവനെ അഭിനന്ദിച്ചു, അവർ വിസ്മയിച്ചു. മറ്റൊരു കൂട്ടര് നോക്കിക്ക് വളരെ നെഗറ്റീവായിട്ട് അവനെ താഴ്ത്തിക്കെട്ടാൻ, അവനെ ഇകഴ്ത്തി സംസാരിക്കാനായിട്ടുള്ള അവരുടെ പരിശ്രമം കണ്ടില്ലേ? ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലേ? അവർ അവനിൽ ഇടറി എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിച്ചില്ല. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, ഈശോ അവിടെ വരികയാണ്, സ്വഭവനത്തിലും സ്വദേശത്തും സ്വന്തം ജനങ്ങളുടെ മുൻപിലും അല്ലാതെ ഒരു പ്രവാചകനും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ കർത്താവ് പ്രവാചകന്മാരെ ഉയർത്തും, അഭിഷേകമുള്ളവര്, വരമുള്ളവര്, രോഗശാന്തി നടത്തുന്നവര്, ഡെലിവറൻസിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവര്. കർത്താവ് തൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയാണ്. ഒരു പ്രവാചകൻ, ഒരു അഭിഷേകമുള്ളവൻ, ഒരു കഴിവുള്ളവൻ, അവൻ തിരസ്കരിക്കപ്പെടുന്നത്, താഴ്ത്തിക്കെട്ടപ്പെടുന്നത് സ്വന്തം ജനത്തിനിടയിലും സ്വന്തം കുടുംബത്തും സ്വന്തം ദേശത്തുമാണെന്ന് തൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് വലിയ ഒരു സത്യം ഈശോ പഠിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ രണ്ട് കൂട്ടരെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൂട്ടർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, ഒരു കൂട്ടർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കൂട്ടം ജനങ്ങളിൽ ഒരു കൂട്ടർ യേശുവിൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും പ്രബോധനത്തിലും അധികാരത്തിലും വിസ്മയം കൊള്ളുന്ന അത്ഭുതപ്പെടുന്ന ജനം. രണ്ടാമത്തേത് ഈശോ സ്വന്തം നാട്ടുകാരനായതുകൊണ്ട്, കുടുംബക്കാരനായതുകൊണ്ട്, പരിചയക്കാരനായതുകൊണ്ട് അവനെ താഴ്ത്തിക്കെട്ടാൻ, അവനിൽ വലിയ നന്മ കാണാതിരിക്കാൻ പരിശ്രമിക്കുന്ന വേറൊരു കൂട്ടര്. ഈ രണ്ട് കൂട്ടം ജനങ്ങളിൽ അവരിൽ രണ്ട് തരത്തിലുള്ള സ്വഭാവമാണ്. ഈ ജനത്തിന് രണ്ട് തരം സ്വഭാവമാണുള്ളത്. ഒന്ന്, ഈ ലോകത്ത് സംഭവിക്കുന്നതൊന്നും അത്ഭുതമല്ല എന്ന് കരുതി ഒന്നും മാനിക്കാതെ പോകുന്ന കൂട്ടര്. അത് അവരാണ് ആരെയും ബഹുമാനിക്കില്ല, അവർ മറ്റുള്ളവരുടെ നന്മ കാണില്ല, മറ്റുള്ളവരുടെ കഴിവുകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കില്ല. അവരാണ് ഒരു കൂട്ടര്. നോക്കി, ആ കൂട്ടരെ കുറിച്ച് പറയുന്നത്, ഈ ലോകത്ത് സംഭവിക്കുന്നതൊന്നും അത്ഭുതമല്ല എന്ന് കരുതി ഒന്നിനെയും ആരെയും മാനിക്കാത്ത ഒരു കൂട്ടര്. എന്നാൽ രണ്ടാമത്തെ കൂട്ടര് സംഭവിക്കുന്നത് മുഴുവനും അത്ഭുതമാണെന്നും യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളിലൂടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടര്. അതിൽ ഏത് വിഭാഗത്തിലാണ്, ഏത് തരം സ്വഭാവമാണ് എൻ്റേത്, ഏത് തരത്തിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് നാം ധ്യാനിക്കണം. ആദ്യം സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്നവരാണോ ഞാൻ, അതോ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്നവനാണോ ഞാൻ? എൻ്റെ ചുറ്റുപാടും കഴിവുകളും വരങ്ങളും കൃപകളും ഉള്ളവരെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ തരം കിട്ടുമ്പോഴൊക്കെ നാം അവരെ ചവിട്ടിത്താഴ്ത്തുകയും അവരെ പിന്നിലാക്കുകയും ചെയ്യുന്നവരാണോ? മറ്റുള്ളവരുടെ നന്മ നാം പറയാതെ ബോധപൂർവം മറച്ചു പിടിക്കുന്നവരാണോ എന്ന് നാം ധ്യാനിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം മാമോദീസ നൽകിയിട്ടുള്ളവരാണ്. സ്ഥൈര്യലേപനം നമുക്ക് നൽകിയിട്ടുണ്ട്. കുമ്പസാരം എന്ന കൂദാശ നാം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വചനപ്രഘോഷണങ്ങളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്, ധ്യാനങ്ങളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും
ഞാൻ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ധ്യാനിക്കണം. കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഭയത്തോടും വിറയലോടും കൂടി കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പിന്നാലെയാണോ, അതോ നാം ബാഹ്യമായ കാര്യങ്ങളുടെ പിന്നാലെയാണോ എന്ന് നാം തിരിച്ചറിയണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അവയെല്ലാം നികത്തി ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ കൃപയിലേക്ക്, ഒരു പുതിയ സുവിശേഷ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവായ ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.